നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അധികാരത്തിൽ കയറിയതിനു ശേഷം നിരന്തരം നഗരസഭയ്ക്കെതിരെ ആരോപണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ. ഇത് PR വർക്കാണോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഇവർ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ജലവിതരണവുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ഈ ജലവിതരണവുമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെയില്ല. അതിൽ ഉത്തരവാദിത്വം ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അയക്കുന്ന ടാങ്കർ ലോറികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ടാങ്കർ ലോറികൾ വെള്ളം അടിക്കുന്നത് ഇത് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തുവാൻ കഴിയില്ല. ഇത് ചില ഇടുങ്ങിയ റോഡുകളിലേക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലേക്കോ ഒന്നും ഇത്തരം ജലവിതരണം നടത്തുവാനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ടാങ്കർ ലോറികൾക്ക് സാധ്യമല്ല. അത് പൈപ്പ് ലൈനുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് ജലവിഭവ വകുപ്പിനാണ്. ഈ ജലവിഭവ വകുപ്പിൻ്റെ കാര്യം എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുക? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് കോർപ്പറേഷൻ അധികാരികളോടാണ്, പ്രധാനമായിട്ടും മേയറിനോടാണ് ഇതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നത്. എന്നാൽ അതായത് ജല അതോറിറ്റിയോടോ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളോടോ ഒന്നും ഈ കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ MDയോടോ അല്ലെങ്കിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയോടോ ഒക്കെയാണ് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കേണ്ടത്. ഇന്നും കോർപ്പറേഷനകത്ത് വരുന്ന കഴക്കൂട്ടം മേഖലയിലെ ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ടുള്ള VV രാജേഷിനോടാണ് റിപ്പോർട്ടർ TV കാര്യം ചോദിക്കുന്നത്. ഇതിനു മുന്നേ ന്യൂസ് മലയാളം 24/7 നിരന്തരം ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങി ജലവിതരണം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തലയിൽ ഈ കാര്യം കെട്ടിവയ്ക്കുന്ന രീതിയിലാണ് വാർത്തകൾ പലതും പടച്ചുവിട്ടത്. പക്ഷേ ഇതിൻ്റെ വാസ്തവം ഇതല്ല. വാസ്തവം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് അവർ ശ്രമം നടത്തുന്നുമില്ല. അതായത് ഈ കാര്യങ്ങളൊക്കെയും മേയറോട് ചോദിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നത് ഇതിൻ്റെ ബന്ധപ്പെട്ട ചുമതല വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണെന്ന്. അങ്ങനെ കോർപ്പറേഷന് നേരെയുള്ള വിശ്വാസ്യതയെ തകർക്കുക എന്നൊരു ലക്ഷ്യം ഇതിനകത്തുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ പല തരത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിച്ചു വിടുന്നതും. ഇതൊരു PR വർക്കാണോ എന്നുള്ളത് നേരത്തെ തന്നെ സംശയം തോന്നുന്നത്. അതായത് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാലയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൻ്റെ ചുമതലകൾ നടത്തിയിരുന്നു. എന്നാൽ ആ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യാജമായിട്ടുള്ള വീഡിയോകൾ നിർമ്മിച്ചു വിടുകയായിരുന്നു ഒരു പ്രത്യേക ചാനൽ. എന്നാൽ മറ്റു ചാനലുകൾ, മറ്റ് സാറ്റലൈറ്റ് മാധ്യമങ്ങൾ തന്നെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രീതിയിൽ വലിയ ആസൂത്രണങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ, പ്രത്യേകിച്ചും ഈ ഇലക്ഷനോട് അനുബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാധ്യമ സൃഷ്ടി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.